Welcome to Sunday Special Baking Class. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് 10 ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ് നമുക്കൊരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ചു കൂട്ടി. അപ്പം അതൊന്നും നമുക്ക് ആവശ്യമില്ല. 10 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും, അതുപോലെ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കും. അപ്പം let's go to the bake shop. വെൽക്കം ടു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്. അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഹോം ബേക്കർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്നുള്ളതാണ്. അപ്പം ഒട്ടും സമയം കളയാതെ തന്നെ ആദ്യമേ തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വെയിൻ സ്കെയില് അല്ലെങ്കിൽ മെഷറിംഗ് കപ്പ്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെയിൻ സ്കെയില്. അപ്പം വെയിൻ സ്കെയില് നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഗ്രാമുകളിലുള്ള റെസിപ്പീസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് വെയിൻ സ്കെയിലാണ്. അതുപോലെ തന്നെ കപ്പുകൾ സാധാരണ എല്ലാവർക്കും അറിയാം, പക്ഷേ കപ്പുകളിൽ തന്നെ പല ML ഉള്ള കപ്പുകളുണ്ട്. അപ്പം 259 ഉണ്ട്, 250 ഉണ്ട്, 240 ഉണ്ട്, 256 ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് കപ്പുകളിൽ എപ്പോഴും റെസിപ്പീസ് കൃത്യമാവണമെന്നില്ല. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു റെസിപ്പി പറഞ്ഞ് ഇന്ന കപ്പാണ് ഉപയോഗിച്ചെന്ന് ഞാൻ പറഞ്ഞില്ല എങ്കിൽ നിങ്ങളുടെ റെസിപ്പി മെസ്സപ്പ് ആവും. അപ്പം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെയിൻ സ്കെയിലാണ്. അപ്പം ഞാൻ ബേക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്തും വെയിൻ സ്കെയിലാണ് അതായത് സ്കെയിൽ മെഷീൻ ഇതാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള ഗ്രാമിൻ്റെ അളവ് ബേക്കിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാം പോലും നമ്മൾ പെശകായി പോയി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ശരിയായി വരത്തില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം മാക്സിമം ആൾക്കാർ ഇപ്പോൾ ഹോം ബേക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കും ഏറ്റവും ബെസ്റ്റായിട്ട് പഠിക്കാനുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ വെയിൻ സ്കെയിലെ സ്റ്റാർട്ട് ചെയ്യുക. മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതേ സമയത്ത് വെയിൻ സ്കെയിലാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും നമ്മുടെ റെസിപ്പി. അങ്ങോട്ടും പോകത്തില്ല ഇങ്ങോട്ടും പോകത്തില്ല, കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ആദ്യത്തത് ഞാൻ പറഞ്ഞത് വെയിൻ സ്കെയിലും മെഷറിംഗ് കപ്പും. അപ്പം രണ്ടാമത്തത് അപ്പം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ബീറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ളത്. അപ്പം ബീറ്ററാണ് ഇനി പരിചയപ്പെടുന്നത്. അപ്പോൾ ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചുള്ള ഹാൻഡ് ബീറ്ററാണ് ഏറ്റവും നല്ലത്. അപ്പം മിക്സിംഗ് സ്റ്റാൻഡ് ഇപ്പം നിങ്ങൾക്ക് പൈസ ഒരുപാടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് സ്റ്റാൻഡ് മേടിക്കാം. എന്നാലും സാധാരണ ഒരു ഹോം ബേക്കർക്ക് ഒരു ഹാൻഡ് ബീറ്ററാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ പാനാസോണിക്കിൻ്റെ നല്ല ബ്രാൻഡ് സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരു 6-7 വർഷമൊക്കെ വരെ അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കിച്ചണൈഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഇത് ഒരു 8-9 വർഷമായി എൻ്റെ കയ്യിൽ, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പം ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ ഈ ഹാൻഡ് ബീറ്ററിന് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കിച്ചണൈഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പാനാസോണിക്ക് നല്ലതാണ്, ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ 2. ഇനി മൂന്നാമത്തത് ഇത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് വിസ്ക്. അപ്പോൾ ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ക്വാളിറ്റിയുള്ള വിസ്ക് എപ്പോഴും കൈ കാണുന്നത് നല്ലതായിരിക്കും. ഇപ്പം ക്രീം മിക്സ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ഫോൾഡിങ്ങുകൾക്കൊക്കെ ആണെങ്കിലും ഹാൻഡ് വിസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ക്രീമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇച്ചിരി വിപ്പ് ആവാനുണ്ടെങ്കിൽ ബ്ലെൻഡർ ഇപ്പം ബീറ്റർ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഓവർ വിപ്പായി. ഇപ്പം അന്നേരം നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ച് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, സംഭവം സെറ്റായി കേട്ടോ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ സ്ട്രെയിനർ അല്ലെങ്കിൽ അരിപ്പ. ഇപ്പം ഈ അരിച്ചില്ല എങ്കിൽ നമ്മുടെ ഒരു പ്രോഡക്റ്റും പ്രോപ്പറായിട്ട് ബേക്ക് ചെയ്യുമ്പോഴത്തേന് ലംസ് കാണാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മൈദയും സ്ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മാക്രൂൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ മാക്രൂണിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മൾ ആൽമണ്ട് പൗഡർ എടുക്കുമ്പോൾ ശരിക്കും അരിച്ചെടുത്തില്ല എങ്കിൽ ഒരിക്കലും ആ ഒരു ഫിനിഷിങ് മാക്രൂൺ നമുക്ക് കിട്ടത്തില്ല. അതുപോലെ ഒരുപാട് പ്രൊഡക്റ്റുകൾക്കും നമ്മളെ ഡിഫക്റ്റ് വരും നമ്മൾ ശരിക്കും അരിച്ചെടുത്തില്ല എങ്കിൽ. അപ്പം ഇമ്പോർട്ടൻ്റ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അരിച്ചെടുക്കുക, അപ്പം സ്കെയിൽ ചെയ്യുക, അതുപോലെ തന്നെ ബീറ്റർ, വിസ്ക്, സ്ട്രെയിനർ. ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. സ്പാച്ചുല ഈ കാറ്റഗറിയിൽ നമുക്ക് വേണ്ടത് സ്പാച്ചുലയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എങ്ങനെയാണ് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്കെയിൽ ചെയ്യുക, ബീറ്റ് ചെയ്യുക, അതുപോലെ വിസ്ക് ചെയ്യാനുള്ള വിസ്ക്, ഇത് രണ്ടും ഒരേ കാറ്റഗറിയിലാണ് പെടുന്നത്. സ്ട്രെയിൻ ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഫോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ ഫോൾഡറിന് വേണ്ടി സ്പാച്ചുല. അപ്പോൾ റബ്ബർ സ്പാച്ചുലയാണ് നല്ലത്. ഇപ്പം എൻ്റെ ഇതാണെങ്കിൽ ഒരു 180 ഡിഗ്രി വരെ ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ക്യാരാമലോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹോം ബേക്കർക്ക് എപ്പോഴും റബ്ബർ സ്പാച്ചുല
അതുകൊണ്ട് നല്ലതാണ്. ഇപ്പം വുഡൻ സ്പൂൺ ആണെങ്കിലും അതും നല്ലതാണ്. പക്ഷേ റബ്ബർ സ്പാച്ചുല ആണെങ്കിൽ നമ്മൾ ക്രീമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ലോണം ഫോൾഡ് ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ റബ്ബർ സ്പാച്ചുല. അപ്പം ഇപ്പം ഇത്രയോ സംഭവങ്ങൾ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്താ വേണ്ടത്? അപ്പം ഇത്രയോ സംഭവങ്ങൾ നമുക്ക് വേണം ബേക്കിങ്ങിന് മുമ്പ്, അതായത് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു കേക്ക് ഐസിങ് ചെയ്യാൻ എന്താണ് നമുക്ക് വേണ്ടത്? ഫസ്റ്റ് നമുക്ക് വേണ്ട ഒരു ചെറിയ റൊട്ടേറ്ററാണ്. അപ്പം റൊട്ടേറ്റർ നിങ്ങളുടെ വീട്ടിലില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ക്യാനില്ലേ, അതായത് നമ്മൾ ഇതിന് ഫ്രോസൺ ആയിട്ട് വരുന്നൊരു ക്യാനുകളുണ്ട് നമുക്കിപ്പം 400 ഗ്രാമിന് 500 ഗ്രാമിൻ്റെ ഒക്കെ. ഉദാഹരണം മിൽക്ക് മെയ്ഡ് കിട്ടുന്നത്, അതിൻ്റെ മുകളിലൊരു പ്ലേറ്റ് മറിച്ചിട്ടിട്ട് നമുക്ക് ഐസിങ് ചെയ്യാം. അപ്പം നിർബന്ധമില്ല, പക്ഷേ നല്ലൊരു ഫിനിഷിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലത്തെ മേടിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ ഹൈലി പ്രൊഫഷണൽസ് ആണെങ്കിൽ, അപ്പോൾ പ്രൊഫഷണൽസിന് വേണ്ടിയാണെങ്കിൽ അവർക്ക് ഇതുപോലെ സ്റ്റീൽ മേടിക്കാം കേട്ടോ. ഇത് ഇച്ചിരി സ്മൂത്താണ്, ഇച്ചിരി ഹൈ എൻഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒന്നൊരു ഹോം ബേക്കർക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇടത്തരം ഒരു ഫാമിലിക്കാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന് ഉപയോഗിച്ചാൽ മതി. ഇത് റൊട്ടേറ്റർ ഉണ്ട്, പക്ഷേ കുറച്ച് ഇതാണ്. ഇതിൻ്റെ അത്രയും നമ്മുടെ മെറ്റലിൻ്റെ അത്രയും സ്മൂത്ത് ആയിരിക്കില്ല, പ്ലാസ്റ്റിക് എന്നുള്ളതേ. പക്ഷേ ഒരു ബേസിക് തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഇതാണ് കേട്ടോ. ഇതും ഞാൻ മാറ്റി വെച്ചു. അപ്പം റൊട്ടേറ്റർ കഴിഞ്ഞാൽ എന്താ വേണ്ട നമുക്ക്? റൊട്ടേറ്റർ കഴിഞ്ഞാൽ വേണ്ട നമുക്ക് കേക്ക് കട്ട് ചെയ്യാനുള്ള നൈഫ്. അപ്പം ബ്രെഡ് നൈഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, സെറേറ്റൻ നൈഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഒരു ബ്രെഡ് നൈഫ് നമ്മൾ വാങ്ങിക്കുക എപ്പോഴും ഈക്വലായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുകയാണ്, ഇപ്പം ഐസിങ് തുടങ്ങുമ്പോഴത്തേന് റൊട്ടേറ്റർ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞു തന്നു എന്താണ് ചെയ്യേണ്ടത്. ഒരു ക്യാൻ എടുക്കുക, അതിൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് കമത്തിയിടുക, അതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്യുക. അപ്പം അതും ഇച്ചിരി മുമ്പോട്ട് പോകുന്നവർക്കാണെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ റൊട്ടേറ്റർ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ബ്രെഡ് നൈഫ്, നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്രെഡ് നൈഫ്. അപ്പം കേക്ക് കട്ട് ചെയ്താൽ പിന്നെ രണ്ടാമത് നമുക്ക് ചെയ്യേണ്ടത് ഐസിങ് ചെയ്യാൻ വേണ്ടി എന്നാ വേണ്ടേ? ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പാച്ചുല. സ്ട്രെയിറ്റ് ആയിട്ടൊരു സ്പാച്ചുല ഉണ്ടെങ്കിൽ നമുക്ക് ഈക്വലായിട്ട് ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മളെ സ്പാച്ചുല നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഈ വീഡിയോസിൽ നിങ്ങളെ കാണിച്ചിരുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട, നമുക്ക് വീട്ടിൽ ബേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ട എന്തൊക്കെ സാധനങ്ങളാണെന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരുപാട് എക്സ്ട്രീം ലെവലിലൊന്നും ഞാൻ പോകുന്നില്ല. ആസ് എ ഹോം ബേക്കർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മാത്രമാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പം ഒരു സ്പാച്ചുല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്പാച്ചുലയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗാർണിഷ് ഒക്കെ ചെയ്യുന്നുണ്ട്, പല വ്യത്യസ്തങ്ങളായതുകൊണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു സ്പാച്ചുലയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും, ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ തുടങ്ങിയത് പുട്ടി ബ്ലേഡിലാണ്. ഇപ്പം പുട്ടി ബ്ലേഡ് ഇല്ലാത്തവർക്കാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പർ വേണേലും ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പം പുട്ടി ബ്ലേഡ് ഉണ്ടെങ്കിൽ വളരെ ഈക്വലായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പിടിയുള്ളതാണെങ്കിൽ ഇത് ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ പിടിച്ച് നല്ല ബലത്തിൽ നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ സാധിക്കും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇനി നമ്മൾ ഐസിങ് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? നമുക്കൊരു നോസിൽ, ഒരു സ്റ്റാർ ടിപ്പിൻ്റെ നോസിൽ മാത്രം മതി ഒരു ബിഗിനറെയോ ഒരു വീട്ടിലുണ്ടാക്കുന്ന ആളെ സംബന്ധിച്ച് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ? ഐസിങ്ങിൻ്റെ നമുക്കത് ബേക്കിങ്ങിൻ്റെ മുമ്പത്തെ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തന്നു. ഐസിങ്ങിന് വേണ്ടത് ഒരു റൊട്ടേഷൻ സ്റ്റാൻഡ്, ഒരു കട്ടിംഗ് നൈഫ്, ബ്രെഡ് കട്ടിംഗ് നൈഫ് അല്ലെങ്കിൽ സെറേറ്റൻ നൈഫ് കേട്ടോ, പിന്നെ പാലറ്റ് നൈഫ്, പിന്നെ ഒരു പുട്ടി ബ്ലേഡോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ക്രാപ്പറോ, പിന്നെ ഒരു ടിപ്പ്, ഒരേ ഒരു ടിപ്പ് മാത്രം മതി. സാധാരണ ഒരു ഹോം ബേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ട് നമുക്കൊരു നല്ലൊരു ഹോം ബേക്കർ ആവാൻ എന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഒന്ന്, നമുക്ക് സ്കെയിൽ ചെയ്യാനുള്ള മെഷറിംഗ് കപ്പോ സ്കെയിൽ മെഷർമെൻറ്റോ. 2, ഹാൻഡ് ഇലക്ട്രിക് ബീറ്റർ അല്ലെങ്കിൽ വിസ്ക്. 3, നമുക്ക് സ്ട്രെയിനർ, ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രെയിനർ. റബ്ബർ സ്പാച്ചുല, വുഡൻ സ്പാച്ചുല, ഇത് നമുക്ക് കേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം 1, 2, 3, 4 ഐറ്റം മാത്രം മതി നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി. ഒരു ബൗളിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ നമുക്ക് വേണ്ട എമർജൻസി അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ പറയുന്നുള്ളൂ. പിന്നെ നമുക്ക് കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റർ, പ്ലാസ്റ്റിക്കിൻ്റെയോ മെറ്റലിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ബൗളോ പാത്രത്തിൻ്റെ മുകളിലൊരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഐസിങ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്കൊരു സെറേറ്റൻ നൈഫ്, പിന്നെ നമുക്കൊരു പാലറ്റ് നൈഫ്, പിന്നെ
ഒരു സ്ക്രാപ്പറോ പുട്ടി ബ്ലേഡോ, അതിനുശേഷം നമുക്ക് ഒരു ടിപ്പ്, ഇത്ര മാത്രം മതി നമുക്കൊരു ഹോം ബേക്കർ ആവാൻ. അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യം ചോദിക്കും, ഷെഫേ ഏതാണ് ഇനി ഓവൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഓവൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് ഓവൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബഡ്ജറ്റിന് അനുസരിച്ചുള്ള ഓവൻ നിങ്ങൾക്ക് മേടിക്കാൻ. എല്ലാ ഓവനും ഓരോ മെത്തേഡുകളുണ്ട് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. അത് ഫ്യൂച്ചർ വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും, ഏതൊക്കെ ഓവൻ എങ്ങനെയൊക്കെ ബേക്ക് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എത്ര ഐറ്റം വേണം നമുക്കൊരു നല്ലൊരു ഹോം ബേക്കർ ആവാൻ? 1, 2, 3, 4, 5, 6, 7, 8, 9 ഐറ്റം മാത്രം മതി നമുക്ക് നല്ലൊരു ഹോം ബേക്കർ ആവാൻ വേണ്ടി. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നി, ഷെഫേ വിസ്കും ഹാൻഡ് വിസ്കും തമ്മിൽ 2 ആയിട്ട് പറഞ്ഞല്ലോ എന്ന്. ഓക്കെ, ഞാനത് 1 ആക്കുവാണ്. അപ്പം വിസ്കിന് ഞാൻ സെപ്പറേറ്റ് തന്നെ വെക്കുക കേട്ടോ, ഇലക്ട്രിക് അല്ലേ, അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 സാധനം മാത്രം മതി. അതായത് 10 എക്യുപ്മെൻറ്റ്സ് മാത്രം മതി നമുക്ക് നല്ലൊരു ഹോം ബേക്കർ ആവാൻ. നിങ്ങൾക്ക് കേക്ക് സെല്ല് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് സാധനം മേടിച്ച് ഒരുപാട് ഡിസൈൻ ഒന്നും പോകണ്ട. ഇത്രയും സാധനം മേടിക്കുക, 10 ഐറ്റം, നിങ്ങൾക്ക് നല്ലൊരു കേക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സാധനം മേടിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് ഒരുപാട് സാധനം, ഇപ്പോൾ എൻ്റെ സാധനങ്ങൾ കാണിക്കണം, നിങ്ങൾ ഓർക്കും ഇതെന്തിനാ ഷെഫ് ഇത് കൂടെ മേടിച്ചെന്ന് വയ്ക്കും. അതുപോലെ സാധനമുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച സാധനങ്ങളാണ് കൂടുതലും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണിച്ചെന്ന്. ഇത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കോസ്റ്റ് എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കേക്ക് ഉണ്ടാക്കാനും പറ്റും, സെല്ല് ചെയ്യാനും പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിക്കും കേട്ടോ. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് ബേക്ക്ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിംഗ് കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പം see you next time.